ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. 2024 ജനുവരി 27 കന്നി യാത്ര ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണ്? ഐക്കൺ ഓഫ് ദി സീസ്. 2024 ജനുവരി 27 കന്നി യാത്ര ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദി സീസ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19ാം ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഉഗാണ്ടയിലെ കമ്പാല. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19ാം ഉച്ചകോടി നടന്നത് ഉഗാണ്ടയിലെ കമ്പാലയിലാണ്. 2024 ഫെബ്രുവരി 14 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ഏതാണ്? ബാബ്സ് ഹിന്ദു മന്ദിർ. അബുദാബിയിലെ ബാബ്സ് ഹിന്ദു മന്ദിറാണ് 2024 ഫെബ്രുവരി 14 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം. മിലൻ നാവിക അഭ്യാസത്തിന്റെ 12ാം എഡിഷന്റെ വേദി എവിടെയായിരുന്നു? വിശാഖപട്ടണം. മിലൻ നാവിക അഭ്യാസത്തിന്റെ 12ാം എഡിഷന്റെ വേദി വിശാഖപട്ടണമാണ്. 2024 ഫെബ്രുവരി 17 രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ നടന്ന വ്യോമസേനയുടെ അഭ്യാസ പ്രകടനത്തിന്റെ പേരെന്താണ്? വായുശക്തി 2024. 2024 ഫെബ്രുവരി 17 രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ നടന്ന വ്യോമസേന അഭ്യാസ പ്രകടനത്തിന്റെ പേരാണ് വായുശക്തി 2024. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? KR മീര. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് KR മീരയാണ്. ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നഗരം ഏതാണ്? കൊച്ചി. ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നഗരം കൊച്ചിയാണ്. 2024 കാൻ ചലച്ചിത്രോത്സവത്തിലെ പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? സന്തോഷ് ശിവൻ. 2024 കാൻ ചലച്ചിത്രോത്സവത്തിലെ പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച മലയാളി സന്തോഷ് ശിവനാണ്. ഇന്ത്യയിലെ ആദ്യ പോഡ് ടാക്സി അഥവാ ഡ്രൈവർ ഇല്ലാത്ത ടാക്സി സംവിധാനം നിലവിൽ വന്ന നഗരം ഏതാണ്? മുംബൈ. ഇന്ത്യയിലെ ആദ്യ പോഡ് ടാക്സി അഥവാ ഡ്രൈവർ ഇല്ലാത്ത ടാക്സി സംവിധാനം നിലവിൽ വന്ന നഗരം മുംബൈയാണ്. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ അതായത് KSFDC OTT പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? സി സ്പേസ്. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ OTT പ്ലാറ്റ്ഫോമിന്റെ പേരാണ് സി സ്പേസ്. ഏത് പരമ്പരാഗത കായിക വിനോദത്തെയാണ് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തി വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ തമിഴ്നാട് സർക്കാർ ആരംഭിച്ചത്? ജല്ലിക്കെട്ട്. ജല്ലിക്കെട്ട് എന്ന പരമ്പരാഗത കായിക വിനോദത്തെയാണ് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തി വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ തമിഴ്നാട് സർക്കാർ നടത്തിയത്. കേരളം ആദ്യമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്രോസസ്സറിന്റെ പേരെന്താണ്? കൈരളി. കേരളം ആദ്യമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്രോസസ്സറിന്റെ പേരാണ് കൈരളി. കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് കൈരളി എന്ന പേരിൽ 2 ശ്രേണികളിലുള്ള പ്രോസസ്സറുകൾ നിർമ്മിച്ചത്. ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? എറണാകുളത്തെ കളമശ്ശേരിയിൽ. ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എറണാകുളത്തെ കളമശ്ശേരിയിലാണ്. ചെന്നൈയിൽ നടന്ന ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ 2024 സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പ് പട്ടം നേടിയ മലയാളി ആരാണ്? ത്രേസ്യ ലൂയിസ്. ചെന്നൈയിൽ നടന്ന ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ 2024 സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പ് പട്ടം നേടിയ മലയാളി ത്രേസ്യ ലൂയിസ് ആണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ള ജില്ല ഏതാണ്? കോഴിക്കോട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല കോഴിക്കോടാണ്. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി പുതുതായി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി പുതുതായി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും. 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തത് ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ. ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ് 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ
വിശിഷ്ട അതിഥിയായി പങ്കെടുത്തത്. രാജ്യത്തെ 1 കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പാനലുകൾ, അതായത് റൂഫ് ടോപ്പ് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന കേന്ദ്ര പദ്ധതിയുടെ പേരെന്താണ്? PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. രാജ്യത്തെ 1 കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേരാണ് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. ഫിഡെ ലോക റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി ചെസ് താരം ആരാണ്? SL നാരായണൻ. 42ാം റാങ്കാണ് SL നാരായണന് ഫിഡെയിൽ കിട്ടിയത്. ഫിഡെ ലോക റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി ചെസ് താരം SL നാരായണനാണ്. 2024 ആദ്യ ഭാരത രത്ന പ്രഖ്യാപനം വന്നത് ആരുടെ 100ാം ജന്മവാർഷികത്തിന് തലേദിവസമാണ്? കർപ്പൂരി ഠാക്കൂർ. 2024 ആദ്യ ഭാരതരത്ന പ്രഖ്യാപനം വന്നത് കർപ്പൂരി ഠാക്കൂറിന്റെ 100ാം ജന്മവാർഷികത്തിന്റെ തലേദിവസമാണ്. ഏത് രാജ്യത്താണ് 2024 ഫെബ്രുവരി 1 മുതൽ ഇന്ധനവില നിലവിലുള്ളതിന്റെ 5 ഇരട്ടിയാക്കിയത്? ക്യൂബയിൽ. ക്യൂബയിലാണ് 2024 ഫെബ്രുവരി 1 മുതൽ ഇന്ധനവില നിലവിലുള്ളതിനേക്കാൾ 5 ഇരട്ടി ആക്കിയത്. 2021 മുതൽ ആചരിച്ചു വരുന്ന പരാക്രം ദിവസ് അത് ആരുടെ ജന്മദിനമാണ് എന്നാണ്? ജനുവരി 23 2021 മുതൽ ഇന്ത്യയിൽ പരാക്രം ദിവസായി ആചരിച്ചു വരുന്നത്. അത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ്. ഇന്ത്യയിൽ പരാക്രം ദിവസായി ആഘോഷിക്കുന്നത് ജനുവരി 23 ജനുവരി 23 നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ്. അതിജീവനം എന്ന പേരിൽ മലയാളത്തിൽ ആത്മകഥ രചിച്ച രാജസ്ഥാൻ സ്വദേശിയായ കേരളത്തിലെ മുൻ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ വിശ്വാസ് മേത്ത. അതിജീവനം എന്ന പേരിൽ മലയാളത്തിൽ ആത്മകഥ രചിച്ച കേരളത്തിലെ മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്തയാണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ നഗരസഭ ഏതാണ്? കൊട്ടാരക്കര. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ നഗരസഭ കൊട്ടാരക്കരയാണ്. 2024 ഫെബ്രുവരി 1 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ എത്രാമത്തെ ബജറ്റായിരുന്നു? 6ാമത്തെ. 2024 ഫെബ്രുവരി 1 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ 6ാമത്തെ ബജറ്റായിരുന്നു. കേരള സർക്കാർ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടന്നത് എവിടെയാണ്? തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. കേരള സർക്കാർ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടന്നത് തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ്. 2024 ഫെബ്രുവരി 3 കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സർവേ കപ്പൽ ഏതാണ്? INS സന്ധ്യക്. 2024 ഫെബ്രുവരി 3 കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സർവേ കപ്പൽ INS സന്ധ്യക് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? ബംഗളൂരു. ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് ബംഗളൂരുവിലാണ്. ഇറാൻ അടുത്തിടെ വിക്ഷേപിച്ച 3 ഉപഗ്രഹങ്ങളുടെ പേരുകൾ എന്തെല്ലാമാണ്? മഹ്ദ, കൈഹാൻ 2, ഹാത്തിഫ് 1. ഇറാൻ അടുത്തിടെ വിക്ഷേപിച്ച 3 ഉപഗ്രഹങ്ങളാണ് മഹ്ദ, കൈഹാൻ 2, ഹാത്തിഫ് 1 എന്നിവ. ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത സായുധ സേനാ വിഭാഗം ഏതാണ്? CISF. ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത സായുധ സേനാ വിഭാഗം CISF ആണ്. ലീഡർക്കൊപ്പം 3 പതിറ്റാണ്ട് എന്ന ആത്മകഥ രചിച്ച മുൻ IAS ഉദ്യോഗസ്ഥൻ ആരാണ്? KS പ്രേമചന്ദ്രക്കുറുപ്പ്. ലീഡർക്കൊപ്പം 3 പതിറ്റാണ്ട് എന്ന ആത്മകഥ രചിച്ച മുൻ IAS ഉദ്യോഗസ്ഥൻ KS പ്രേമചന്ദ്രക്കുറുപ്പാണ്. ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ തിരികെ നൽകിയാൽ 10 രൂപ വീതം നൽകുന്ന സംവിധാനം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ തിരികെ നൽകിയാൽ 10 രൂപ വീതം നൽകുന്ന സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ്. 2024 ജനുവരിയിൽ സ്ഥാനമൊഴിഞ്ഞ മാർഗ്രിത്തെ സെക്കൻഡ് ഏത് രാജ്യത്തെ രാജ്ഞിയാണ്? ഡെൻമാർക്ക്. 2024 ജനുവരിയിൽ സ്ഥാനമൊഴിഞ്ഞ മാർഗ്രിത്തെ സെക്കൻഡ് ഡെൻമാർക്കിലെ രാജ്ഞിയാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ MBBS ഡോക്ടർ ആരാണ്? വിഫ ഉഷ രാധാകൃഷ്ണൻ. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ MBBS ഡോക്ടർ വിഫ ഉഷ രാധാകൃഷ്ണനാണ്. അസമിന്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിക്കപ്പെട്ട ഫലമേതാണ്? കാജി നീമു.
അസമിൻ്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിക്കപ്പെട്ടത് കാജി നീമുവാണ്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജയ് ഷാ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ് ഷായാണ്. 2024 ജനുവരി 22 മുതൽ ഫെബ്രുവരി 3 വരെ ഹിമാചൽ പ്രദേശിലെ ബാക്ലോഹിൽ നടന്ന ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഗജ്ജാർ. 2024 ജനുവരി 22 മുതൽ ഫെബ്രുവരി 3 വരെ ഹിമാചൽ പ്രദേശിലെ ബാംഗ്ലോഹിൽ നടന്ന ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരെന്താണ്? ഗജ്ജാർ. പശ്ചിമഘട്ടത്തിൽ നിന്നും 33 വർഷത്തിനിടെ കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭത്തിന് നൽകിയ പേരെന്താണ്? സിഗരിറ്റിസ് മേഘമലയൻസ്. പശ്ചിമഘട്ടത്തിൽ നിന്നും 33 വർഷത്തിനിടെ കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭത്തിന് നൽകിയ പേരാണ് സിഗരിറ്റിസ് മേഘമലയൻസ്. ലോകത്താദ്യമായി ഏത് വിമാനത്താവളത്തിലാണ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ലോകത്താദ്യമായി ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്ന വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. 2024 ഫെബ്രുവരി 4 അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിന്റെ യഥാർത്ഥ പേര് എന്താണ്? N കുട്ടിക്കൃഷ്ണപിള്ള. 2024 ഫെബ്രുവരി 4 അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിന്റെ യഥാർത്ഥ പേര് N കുട്ടിക്കൃഷ്ണപിള്ള എന്നാണ്. സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? കൊട്ടാരക്കര IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ. സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിച്ചത് കൊട്ടാരക്കര IHRD എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ബഹിരാകാശ മേഖലയിൽ നേരിട്ടുള്ള എത്ര ശതമാനം വിദേശ നിക്ഷേപത്തിനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്? 100%. ബഹിരാകാശ മേഖലയിൽ നേരിട്ടുള്ള എത്ര ശതമാനം വിദേശ നിക്ഷേപത്തിനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്? 100%. ലോക സർക്കാർ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ദുബായിൽ. 2024 ലോക സർക്കാർ ഉച്ചകോടി നടന്നത് ദുബായിലാണ്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ തുരങ്ക റെയിൽപാത ജമ്മു കാശ്മീരിൽ തുറന്നത് അതിൻ്റെ പേരെന്താണ്? T50. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്ക റെയിൽപാത ജമ്മു കാശ്മീരിലാണ് തുറന്നത്. ഈ തുരങ്ക റെയിൽപാതയുടെ പേര് T50 എന്നാണ്. US-ലെ ഏത് മുൻ പ്രസിഡന്റാണ് നെവർ സറണ്ടർ എന്ന പേരിലുള്ള സ്വർണ്ണവർണ്ണമുള്ള ഷൂസ് വിപണിയിൽ എത്തിച്ചത്? ഡൊണാൾഡ് ട്രംപ്. US-ലെ ഏത് മുൻ പ്രസിഡന്റാണ് നെവർ സറണ്ടർ എന്ന പേരിലുള്ള സ്വർണ്ണവർണ്ണമുള്ള ഷൂസ് വിപണിയിൽ എത്തിച്ചത്? ഡൊണാൾഡ് ട്രംപ്. സാമൂഹിക മാധ്യമമായ ഫേസ്ബുക്കിന് 2024 ഫെബ്രുവരി 4 എത്ര വർഷമാണ് തികഞ്ഞത്? 20. 2024 ഫെബ്രുവരി 4 20 വർഷം തികഞ്ഞ സാമൂഹിക മാധ്യമമാണ് ഫേസ്ബുക്ക്. സമുദ്രങ്ങൾ, അന്തരീക്ഷം, കാലാവസ്ഥ തുടങ്ങിയവയെപ്പറ്റി പഠനം നടത്തുന്നതിനായി US ബഹിരാകാശ സ്ഥാപനമായ നാസ അടുത്തിടെ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? പേസ്. സമുദ്രങ്ങൾ, അന്തരീക്ഷം, കാലാവസ്ഥ എന്നിവയെക്കുറിച്ച് പഠനം നടത്തുന്നതിനായി നാസ അടുത്തിടെ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ്. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാൻ ആരാണ്? പാർവതി ബറുവ. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാൻ പാർവതി ബറുവയാണ്. ആസാം സ്വദേശിനിയാണ് പാർവതി ബറുവ. ലോകബാങ്കിന്റെ 2023 ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 38. ലോകബാങ്കിന്റെ 2023 ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 38ാമതാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ വനിതാ 2020 ബൗളിംഗ് റാങ്കിങ്ങിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം ആരാണ്? ദീപ്തി ശർമ്മ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ വനിതാ 2020 ബൗളിംഗ് റാങ്കിങ്ങിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം ദീപ്തി ശർമ്മയാണ്. മഹാകവി G ശങ്കരക്കുറുപ്പ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ. മഹാകവി G ശങ്കരക്കുറുപ്പ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് എറണാകുളത്തെ മറൈൻ ഡ്രൈവിലാണ്. 2024 ഫെബ്രുവരി 16 എവിടെയാണ് നിർമ്മിത ബുദ്ധി സുരക്ഷാ സമ്മേളനം നടന്നത്? ജർമ്മനിയിലെ മ്യൂണിക്. 2024 ഫെബ്രുവരി 16 ജർമ്മനിയിലെ മ്യൂണിക്കിൽ വെച്ചാണ് നിർമ്മിത ബുദ്ധി സുരക്ഷാ സമ്മേളനം നടന്നത്. 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? ലയണൽ സ്കലോനി. 2022 ഫിഫ ലോകകപ്പിലെ
അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ലയണൽ സ്കലോനിയാണ്. 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ലയണൽ മെസ്സിയാണ്. 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി ആയിരുന്നു. 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരവേദി ഖത്തറായിരുന്നു. 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടന്നത് ഖത്തറിൽ വെച്ചാണ്. 2022 ഫിഫ ലോകകപ്പ് ഫൈനലിൽ ഹാട്രിക് നേടിയ ഫ്രാൻസിൻ്റെ താരം ആരാണ്? കിലിയൻ എംബാവെ. 2022 ഫിഫ ലോകകപ്പ് ഫൈനലിൽ ഹാട്രിക് നേടിയത് കിലിയൻ എംബാവെയാണ്. 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ മികച്ച താരമായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ലയണൽ മെസ്സിയെ. 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ മികച്ച താരമായത് ലയണൽ മെസ്സിയാണ്. 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കൾ അർജന്റീനയാണ്. അർജന്റീന ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഫ്രാൻസിനെയാണ്. 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കൾ അർജന്റീനയാണ്. ആയുഷ്മാൻ ഭാരത് എന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ഏതാണ്? 2018. ആയുഷ്മാൻ ഭാരത് എന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 2018 2023 വിംബിൾഡണിൽ പുരുഷ വിഭാഗത്തിൽ വിജയം നേടിയത് ആരാണ്? കാർലോസ് അൽക്കാരസ്. 2023 വിംബിൾഡൺ പുരുഷ വിഭാഗത്തിൽ വിജയം നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. ആർട്ടിക്കിൾ 330A, ആർട്ടിക്കിൾ 332A എന്നിവ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? 2023 106 ഭേദഗതി. ആർട്ടിക്കിൾ 330Aയും ആർട്ടിക്കിൾ 332A എന്നിവ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 2023 106 ഭേദഗതിയാണ്. ആർട്ടിക്കിൾ 233AAയിൽ ഭേദഗതി ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 2023 106 ഭരണഘടനാ ഭേദഗതി. ആർട്ടിക്കിൾ 233AAയിൽ ഭേദഗതി ചെയ്തത് 2023 106 ഭേദഗതിയിലൂടെയാണ്. കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് വൈൽ അൽദഹ്ദൂദാണ്. കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് വൈൽ അൽദഹ്ദൂദാണ്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരമായ നൗസേന ഭവൻ രാജ്യത്തിന് സമർപ്പിച്ചതാരാണ്? പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരമായ നൗസേന ഭവൻ രാജ്യത്തിന് സമർപ്പിച്ചത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന കെ-സ്മാർട്ട് പദ്ധതിയുടെ പൂർണ്ണരൂപം എന്താണ്? കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന കെ-സ്മാർട്ട് പദ്ധതിയുടെ പൂർണ്ണരൂപം കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. ഏത് വാർത്താ സ്ഥാപനമാണ് ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചത്? BBC ആണ് ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപനം നടത്തിയത്. ഗഗൻയാൻ യാത്രികരെ സഹായിക്കാൻ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? സഖി ആപ്പ്. ഗഗൻയാൻ യാത്രികരെ സഹായിക്കാൻ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് സഖി ആപ്പ്. ബിഫോർ മെമ്മറി ഫേഡഡ് എന്നത് ആരുടെ ആത്മകഥയാണ്? ഹാലി എസ് നരിമാൻ. ബിഫോർ മെമ്മറി ഫേഡഡ് എന്നത് ഹാലി എസ് നരിമാന്റെ ആത്മകഥയാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് നിയോജക മണ്ഡലമാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് നിയോജക മണ്ഡലമാണ്. ഡോക്ടർമാരിലും മെഡിക്കൽ വിദ്യാർത്ഥികളിലും വ്യാപകമാകുന്ന ആത്മഹത്യാ പ്രവണതയെ പ്രതിരോധിക്കാൻ IMA നടപ്പിലാക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ പദ്ധതി ഏതാണ്? ഹെൽപ്പിംഗ് ഹാൻഡ്സ്. ഡോക്ടർമാരിലും മെഡിക്കൽ വിദ്യാർത്ഥികളിലും വ്യാപകമാകുന്ന ആത്മഹത്യാ പ്രവണതയെ പ്രതിരോധിക്കാൻ IMA നടപ്പിലാക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ പദ്ധതിയാണ്
ഹെൽപ്പിംഗ് ഹാൻഡ്സ്. 2024 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? മുംബൈ. 2024 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ മുംബൈയാണ്. ഇന്ത്യയിൽ ഏത് വിമാനത്താവളത്തിനാണ് അടുത്തിടെ 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി നൽകിയത്? ജാംനഗർ വിമാനത്താവളം. ഇത് ഗുജറാത്തിലെ ജാംനഗർ വിമാനത്താവളത്തിനാണ് 10 ദിവസത്തേക്ക് അടുത്തിടെ അന്താരാഷ്ട്ര പദവി നൽകിയത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങളുള്ളത് ഏത് ഭാഷയിലാണ്? ഹിന്ദി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങളുള്ളത് ഹിന്ദി ഭാഷയിലാണ്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയിൽ 100% സാച്ചുറേഷൻ നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാട് ജില്ലയാണ്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയിൽ 100% സാച്ചുറേഷൻ നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? വയനാട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും US കോസ്റ്റ് ഗാർഡും സംയുക്തമായി സംഘടിപ്പിച്ച നാവിക അഭ്യാസമാണ് സീ ഡിഫൻഡേഴ്സ് 2024. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും US കോസ്റ്റ് ഗാർഡും സംയുക്തമായി സംഘടിപ്പിച്ച നാവിക അഭ്യാസമാണ് സീ ഡിഫൻഡേഴ്സ് 2024. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയായ കേരളത്തിലെ സർവകലാശാല ഏതാണ്? MG സർവകലാശാല. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളികളായ കേരളത്തിലെ സർവകലാശാല MG സർവകലാശാലയാണ്. 2024 സംഗീത കലാനിധി പുരസ്കാരം നേടിയ കർണാടക സംഗീതജ്ഞൻ ആരാണ്? TM കൃഷ്ണ. 2024 സംഗീത കലാനിധി പുരസ്കാരം നേടിയ കർണാടക സംഗീതജ്ഞൻ TM കൃഷ്ണയാണ്. ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യ ബോട്ട് ഏതാണ്? എനർജി ഒബ്സർവർ. ഫ്രഞ്ച് നിർമ്മിത ബോട്ടായ എനർജി ഒബ്സർവർ ആണ് ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ബോട്ട്. കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? കരിക്കകം, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ കരിക്കകം എന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത്. ഡോക്ടർ BR അംബേദ്കറുടെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അനാവരണം ചെയ്തത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ. ഡോക്ടർ BR അംബേദ്കറുടെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അനാവരണം ചെയ്തത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ്. ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിച്ചത് എവിടെയാണ്? മധ്യപ്രദേശിലെ ഉജ്ജയിൻ. ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിച്ചത് മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ്. ഓപ്പൺ AI അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ച് വീഡിയോ സൃഷ്ടിക്കുന്ന നിർമ്മിത ബുദ്ധി സങ്കേതത്തിന്റെ പേരെന്താണ്? സോറ. ഓപ്പൺ AI അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ച് വീഡിയോ സൃഷ്ടിക്കുന്ന നിർമ്മിത ബുദ്ധി സങ്കേതത്തിന്റെ പേരാണ് സോറ. അന്തരിച്ച വാഴേക്കട വിജയൻ ഏത് മേഖലയിലെ കലാകാരനായിരുന്നു? കഥകളി. അടുത്ത കാലത്ത് അന്തരിച്ച വാഴേക്കട വിജയൻ കഥകളി കലാകാരനായിരുന്നു. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ് നേടിയത് ആരാണ്? സന ഇർഷാദ് മട്ടു. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രൈസ് ഫോട്ടോഗ്രാഫി പ്രൈസ് നേടിയത് സന ഇർഷാദ് മട്ടു ആണ്. മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള 2023 ലോകമത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജോൺ ബ്രിട്ടാസിന്. മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള 2023 ലോകമത് പുരസ്കാരം നേടിയത് ജോൺ ബ്രിട്ടാസ് ആണ്. ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയൻ ലീജിയൻ ഡി ഓണർ പുരസ്കാരം അടുത്തിടെ ലഭിച്ച മലയാളി വനിത ആരാണ്? പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ്. ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയർ ലീജിയൻ ഡി ഓണർ പുരസ്കാരം അടുത്തിടെ ലഭിച്ച മലയാളി വനിത പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ് ആണ്. ഏത് നടൻ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ കക്ഷിയാണ് തമിഴക വെട്രി കഴകം? വിജയ്. തമിഴ് സിനിമാ നടൻ വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ കക്ഷിയാണ് തമിഴക വെട്രി കഴകം. 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? ജലം സമാധാനത്തിന്, അല്ലെങ്കിൽ വാട്ടർ ഫോർ പീസ്. 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം ജലം സമാധാനത്തിന് എന്നതാണ്. ലക്ഷദ്വീപിൽ എവിടെയാണ് ഇന്ത്യയുടെ പുതിയ നാവിക താവളം തുടങ്ങിയത്? മിനിക്കോയ് ദ്വീപിൽ. ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിലാണ് ഇന്ത്യയുടെ പുതിയ നാവിക താവളം തുടങ്ങിയത്. ഇന്ത്യയിലെ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത ആരാണ്? ജസീന്ത കല്യാൺ. ഇന്ത്യയിലെ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത ജസീന്ത കല്യാൺ ആണ്. 5ാം തലമുറ യുദ്ധവിമാനമായ കാൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? ടർക്കി. 5ാം തലമുറ യുദ്ധവിമാനമായ കാൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ടർക്കിയാണ്.
അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 700 വിക്കറ്റുകൾ നേടുന്ന ആദ്യ പേസ് ബോളർ ആരാണ്? ജെയിംസ് ആൻഡേഴ്സൺ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 700 വിക്കറ്റുകൾ നേടുന്ന ആദ്യ പേസ് ബോളർ ജെയിംസ് ആൻഡേഴ്സൺ ആണ്. 2024 ഇന്റർനെറ്റ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഒരു മികച്ച ഇന്റർനെറ്റിനായി ഒരുമിച്ച്. 2024 ഇന്റർനെറ്റ് ദിനത്തിന്റെ പ്രമേയം ഒരു മികച്ച ഇന്റർനെറ്റിനായി ഒരുമിച്ച് എന്നതായിരുന്നു. അഴിമതി വിരുദ്ധ അന്വേഷണ സംവിധാനമായ ലോക്പാലിന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടതാരാണ്? ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. അഴിമതി വിരുദ്ധ അന്വേഷണ സംവിധാനമായ ലോക്പാലിന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് ജസ്റ്റിസ് AM ഖാൻവിൽക്കർ ആണ്. ജപ്പാൻ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ലിഗ്നോസാറ്റ് പ്രോബ്. ജപ്പാൻ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ലിഗ്നോസാറ്റ് പ്രോബാണ്. രാജ്യത്തെ ആദ്യ ചെറുകിട LNG യൂണിറ്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിൽ. ഇന്ത്യയിലെ ആദ്യ ചെറുകിട LNG യൂണിറ്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്താണ്? നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ എന്നാണ്. ആത്മാന്വേഷി ആരുടെ ജീവചരിത്രമാണ്? വിദ്യാസാഗർ മഹാരാജ്. ജൈന ആചാര്യനായ വിദ്യാസാഗർ മഹാരാജിന്റെ ജീവചരിത്രമാണ് ആത്മാന്വേഷി എന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനം ഏതാണ്? തേജസ് മാർക്ക് 1A. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനമാണ് തേജസ് മാർക്ക് 1A. രാജ്യത്തെ ആദ്യ ആയുർവേദ കഫേ എവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്? ഡൽഹിയിൽ. രാജ്യത്തെ ആദ്യ ആയുർവേദ കഫേ പ്രവർത്തനം ആരംഭിച്ചത് ഡൽഹിയിലാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും പരാതികളും ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിനായി തയ്യാറാക്കിയ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? C-വിജിൽ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും പരാതികളും ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിനായി തയ്യാറാക്കിയ ആപ്ലിക്കേഷനാണ് C-വിജിൽ. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയിരിക്കുന്നത്? പ്രൊഫസർ ജയന്ത് മൂർത്തിയുടെ. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയിരിക്കുന്നത്? പ്രൊഫസർ ജയന്ത് മൂർത്തിയുടെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത സിന്ദ്രി വളം പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത സിന്ദ്രി വളം പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. സുഖപ്പെട്ട അർബുദ രോഗം തിരിച്ചു വരുന്നത് 30% വരെ തടയുന്ന ഗുളിക വികസിപ്പിച്ച മുംബൈയിലെ ചികിത്സാലയം ഏതാണ്? ടാറ്റ മെമ്മോറിയൽ സെന്റർ. സുഖപ്പെട്ട അർബുദ രോഗം തിരിച്ചു വരുന്നത് 30% വരെ തടയുന്ന ഗുളിക വികസിപ്പിച്ച മുംബൈയിലെ ചികിത്സാലയം ടാറ്റ മെമ്മോറിയൽ സെന്റർ ആണ്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചത് എവിടെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിൽ. ഇന്ത്യയിലെ തന്നെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. ഇന്ത്യൻ വനിതാ ഹോക്കി താരം റാണി രാംപാലിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട സ്റ്റേഡിയം ഏതാണ്? റാണി ഗേൾസ് ഹോക്കി ടർഫ്. ഉത്തർപ്രദേശിലെ റാണി ഗേൾസ് ഹോക്കി ടർഫ് ഇന്ത്യൻ വനിതാ ഹോക്കി താരം റാണി രാംപാലിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട സ്റ്റേഡിയമാണ്. 2024 ഫെബ്രുവരിയിലെ വേൾഡ് ഹോക്കി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 4ാമത്. 2024 ഫെബ്രുവരിയിലെ വേൾഡ് ഹോക്കി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാമതാണ്. യുവാക്കൾക്ക് കരാർ അടിസ്ഥാനത്തിൽ 4 വർഷം സൈന്യത്തിൽ സേവനം ചെയ്യാൻ അവസരം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? അഗ്നിപഥ്. യുവാക്കൾക്ക് കരാർ അടിസ്ഥാനത്തിൽ 4 വർഷം സൈന്യത്തിൽ സേവനം ചെയ്യാൻ അവസരം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അഗ്നിപഥ്. അഗ്നിപഥ് പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന യുവാക്കൾ അറിയപ്പെടുന്നത് അഗ്നിവീരന്മാർ എന്നാണ്. അഗ്നിപഥ് പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന യുവാക്കൾ അറിയപ്പെടുന്നത് അഗ്നിവീരന്മാർ എന്നാണ്. അഗ്നിപഥ് പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതെന്നാണ്? 2022 ജൂൺ 14. അഗ്നിപഥ് പദ്ധതിക്ക്
കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് 2022 ജൂൺ 14 ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിന് നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിന് നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. മോച്ച ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ കരുണ. മോച്ച ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ. ഇന്ത്യൻ നേവി, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത. ഇന്ത്യൻ നേവിയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി ലഹരിക്കെതിരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത. 2023 നടന്ന ഇന്ത്യ ഫ്രാൻസ് സൈനിക അഭ്യാസമായ ഫ്രിഞ്ചെക്സ് 23 വേദിയായത് പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ തിരുവനന്തപുരമാണ്. 2023 നടന്ന ഇന്ത്യ ഫ്രാൻസ് സൈനിക അഭ്യാസമായ ഫ്രിഞ്ചെക്സ് 23 വേദിയായത് തിരുവനന്തപുരത്തെ പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനാണ്. ഇന്ത്യൻ ആർമി സംഘടിപ്പിച്ച പർവത് പ്രഹാർ എന്ന സൈനിക അഭ്യാസത്തിൻ്റെ വേദി എവിടെയാണ്? ലഡാക്ക് ആയിരുന്നു. ഇന്ത്യൻ ആർമി സംഘടിപ്പിച്ച പർവത് പ്രഹാർ എന്ന സൈനിക അഭ്യാസത്തിൻ്റെ വേദി ലഡാക്കാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? ജാനിക് സിന്നർ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ജാനിക് സിന്നറാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആരാണ്? അരീന സബലങ്ക. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് അരീന സബലങ്കയാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷന്മാരുടെ ഡബിൾസിൽ കിരീടം നേടിയ സഖ്യം ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണയും ഓസ്ട്രേലിയയുടെ മാത്യു എബ്ദനുമാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷന്മാരുടെ ഡബിൾസിൽ കിരീടം നേടിയത് രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ദൻ സഖ്യമാണ്. രോഹൻ ബൊപ്പണ്ണ ഇന്ത്യൻ താരവും മാത്യു എബ്ദൻ ഓസ്ട്രേലിയൻ താരവുമാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? നൊവാക് ജോക്കോവിച്ച്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആരായിരുന്നു? അരീന സബലിങ്കയാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് അരീന സബലങ്കയാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസിൽ റണ്ണറപ്പായ ഇന്ത്യൻ സഖ്യം ആരൊക്കെയാണ്? സാനിയ മിർസയും രോഹൻ ബൊപ്പണ്ണയും. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസിൽ റണ്ണറപ്പായ ഇന്ത്യൻ സഖ്യം സാനിയ മിർസയും രോഹൻ ബൊപ്പണ്ണയുമാണ്. 2022 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? റാഫേൽ നദാൽ. 2022 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് റാഫേൽ നദാലാണ്. 2022 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആഷ്ലി ബാർട്ടിയാണ്. 2022 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആഷ്ലി ബാർട്ടിയാണ്. 2021 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആണ്. 2021 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരായിരുന്നു? നൊവാക് ജോക്കോവിച്ച്. 2021 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് നവോമി ഒസാക്കയുമാണ്. 2021 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് നവോമി ഒസാക്കയാണ്. അടുത്തിടെ ഇന്ത്യൻ വ്യോമസേന തദ്ദേശീയമായി വികസിപ്പിച്ച ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ഏതാണ്? പ്രചണ്ഡ്. അടുത്തിടെ ഇന്ത്യൻ വ്യോമസേന തദ്ദേശീയമായി വികസിപ്പിച്ച ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററാണ് പ്രചണ്ഡ്. DRDO വികസിപ്പിച്ച മിസൈലും ബോംബും വർഷിക്കാവുന്ന ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ കോമ്പാക്ട് ഡ്രോൺ ഏതാണ്? ഷിഫ്റ്റ്. DRDO വികസിപ്പിച്ച മിസൈലും ബോംബും വർഷിക്കാവുന്ന ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ കോമ്പാക്ട് ഡ്രോണാണ് ഷിഫ്റ്റ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനം ഏതാണ്? തേജസ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനമാണ് തേജസ്. തേജസ് വിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. തേജസ് വിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 2025 ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കാൻ തീരുമാനിച്ച യുദ്ധവിമാനം ഏതാണ്? MiG-21.
2025 ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കാൻ തീരുമാനിച്ച യുദ്ധവിമാനം MiG-21 ആണ്. ഇന്ത്യക്കായി MiG-21 നിർമ്മിച്ചു നൽകിയ രാജ്യം ഏതാണ്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യക്കായി MiG-21 നിർമ്മിച്ചു നൽകിയ രാജ്യം സോവിയറ്റ് യൂണിയനാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലൻട്രി പുരസ്കാരം നേടിയ ആദ്യ വനിതാ ഓഫീസർ ആരാണ്? ദീപിക മിശ്ര. ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലൻട്രി പുരസ്കാരം നേടിയ ആദ്യ വനിതാ ഓഫീസർ ദീപിക മിശ്രയാണ്. 2024 ഫെബ്രുവരിയിൽ ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ച രാജ്യം ഏതാണ്? അമേരിക്ക. 2024 ഫെബ്രുവരിയിൽ ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ച രാജ്യം അമേരിക്കയാണ്. ആൻറ്റിബയോട്ടിക് അമിത ഉപയോഗം തടയാൻ ജില്ലാതലത്തിൽ ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. ആൻറ്റിബയോട്ടിക് അമിത ഉപയോഗം തടയാൻ ജില്ലാതലത്തിൽ ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. 2023 ജനുവരിയിൽ നോറോ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് എവിടെയാണ്? എറണാകുളം. 2023 ജനുവരിയിൽ നോറോ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് എറണാകുളത്താണ്. കാഴ്ച വൈകല്യമുള്ളവർക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റേഡിയോ ചാനൽ ഏതാണ്? റേഡിയോ അക്ഷ്. കാഴ്ച വൈകല്യമുള്ളവർക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റേഡിയോ ചാനലാണ് റേഡിയോ അക്ഷ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചതെന്നാണ്? 2023 മെയ് 25. കേരളത്തെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 2023 മെയ് 25-നാണ്. കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? കോട്ടയം. കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല കോട്ടയമാണ്. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശ്ശൂരാണ്. മലയാളം ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യ AI അവതാരക ആരാണ്? ഇവാൻ. മലയാളം ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യ AI അവതാരക ഇവാനാണ്. ചാനൽ മീഡിയ 1. ഫ്ലൈ 91 എയർലൈൻസിൻ്റെ ആസ്ഥാനമാവാൻ പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവ. ഫ്ലൈ 91 എയർലൈൻസിൻ്റെ ആസ്ഥാനമാവാൻ പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. 2023 ഏപ്രിൽ മാസം 25 വർഷം പിന്നിട്ട ഇന്ത്യയിലെ റെയിൽപാത ഏതാണ്? കൊങ്കൺ പാത. 2023 ഏപ്രിൽ മാസം 25 വർഷം പിന്നിട്ട ഇന്ത്യയിലെ റെയിൽപാത കൊങ്കൺ പാതയാണ്. 2022 ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ച നൈറ്റ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ ബഹുമതി 2024 ലഭിച്ചത് ആർക്കാണ്? ശശി തരൂരിന്. 2022 ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ച നൈറ്റ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ ബഹുമതി 2024 ലഭിച്ചത് ശശി തരൂരിനാണ്. ഇന്ത്യയുടെ സഹായത്തോടെ അഫ്ഗാനിസ്ഥാനിൽ നിർമ്മിച്ച ഡാം ഏതാണ്? സൽമ ഡാം. ഇന്ത്യയുടെ സഹായത്തോടെ അഫ്ഗാനിസ്ഥാനിൽ നിർമ്മിച്ച ഡാമാണ് സൽമ ഡാം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ എയിംസ് ആശുപത്രി നിലവിൽ വന്നത് എവിടെയാണ്? ഗുവാഹത്തി. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ എയിംസ് ആശുപത്രി നിലവിൽ വന്നത് അസമിലെ ഗുവാഹത്തിയിലാണ്. സ്വവർഗ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം ഏതാണ്? നേപ്പാൾ. സ്വവർഗ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം നേപ്പാളാണ്. 2023 നവംബറിൽ തുടർച്ചയായ ഭൂചലനങ്ങൾ കാരണം അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഐസ്ലാൻഡ്. 2023 നവംബറിൽ തുടർച്ചയായ ഭൂചലനങ്ങൾ കാരണം അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ രാജ്യം ഐസ്ലാൻഡാണ്. 2024 ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? അസർബൈജാൻ. 2024 ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി അസർബൈജാനാണ്. യുനെസ്കോയിൽ വീണ്ടും അംഗമായ രാജ്യം അമേരിക്കയാണ്. യുനെസ്കോയിൽ വീണ്ടും അംഗമായ രാജ്യം ഏതാണ്? അമേരിക്ക. ആരോഗ്യ മേഖലയിൽ കേരളവുമായി സഹകരിക്കാൻ ധാരണയിലെത്തിയ രാജ്യം ഏതാണ്? ക്യൂബ. ആരോഗ്യ മേഖലയിൽ കേരളവുമായി സഹകരിക്കാൻ ധാരണയിലെത്തിയ രാജ്യം ക്യൂബയാണ്. ആരാധനാലയങ്ങളിൽ അസമയത്ത് പടക്കം പൊട്ടിക്കരുത് എന്ന് ഉത്തരവിട്ട ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. ആരാധനാലയങ്ങളിൽ അസമയത്ത് പടക്കം പൊട്ടിക്കരുതെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. GST വെട്ടിപ്പ് തടയാൻ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്പ് ഏതാണ്? ലക്കി ബിൽ. GST വെട്ടിപ്പ് തടയാൻ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ലക്കി ബിൽ. നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് 2023 പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദരിദ്രർ ഉള്ള സംസ്ഥാനം ബീഹാറാണ്.
നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് 2023 പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനം ബീഹാറും ഏറ്റവും കുറവ് ദരിദ്രർ ഉള്ള സംസ്ഥാനം കേരളവുമാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡ് പാർട്ട് ടൈം വിദഗ്ധ അംഗമായി നിയമിതനായ പ്രശസ്ത സഞ്ചാരി ആരാണ്? സന്തോഷ് ജോർജ് കുളങ്ങര. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ പാർട്ട് ടൈം വിദഗ്ധ അംഗമായി നിയമിതനായ സഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. ആദ്യ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. ആദ്യ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? SK വസന്തൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് SK വസന്തനാണ്. ലോകത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ബ്രിട്ടൻ. ലോകത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടിയുടെ വേദി ബ്രിട്ടനാണ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ പേരെന്താണ്? ദേവിക. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ പേര് ദേവിക എന്നാണ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമ ഏതാണ്? മോണിക്ക, ഒരു AI സ്റ്റോറി. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമയാണ് മോണിക്ക, ഒരു AI സ്റ്റോറി. ChatGPT, ഗൂഗിൾ ബാർഡ് എന്നിവയ്ക്ക് ബദലായി ഇലോൺ മസ്കിൻ്റെ AI കമ്പനി പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ടാണ് ഗ്രോഗ്. ChatGPT, ഗൂഗിൾ ബാർഡ് എന്നിവയ്ക്ക് ബദലായി ഇലോൺ മസ്കിൻ്റെ AI കമ്പനി പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ടാണ് ഗ്രോഗ്. പൂർണ്ണമായി എഥനോൾ ഇന്ധനത്തിൽ ഓടുന്ന ലോകത്തെ ആദ്യ കാറ് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ഇന്ത്യ. പൂർണ്ണമായി എഥനോൾ ഇന്ധനത്തിൽ ഓടുന്ന ലോകത്തെ ആദ്യ കാറ് പുറത്തിറക്കിയ രാജ്യം ഇന്ത്യയാണ്. ലോക ജൈവ ഇന്ധന ദിനം എന്നാണ്? ഓഗസ്റ്റ് 10. ലോക ജൈവ ഇന്ധന ദിനം ഓഗസ്റ്റ് 10 കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? നിതിൻ ഗഡ്കരി. കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ്. ഇന്ത്യയിലെ ആദ്യ കേബിൾ സ്റ്റേ റെയിൽവേ പാലം ഏതാണ്? അഞ്ചിഗഡ്, ജമ്മു കാശ്മീരിലാണിത്. ഇന്ത്യയിലെ ആദ്യ കേബിൾ സ്റ്റേ റെയിൽവേ പാലം ജമ്മു കാശ്മീരിലെ അഞ്ചിഗഡ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം ഏതാണ്? സുദർശൻ സേതു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം സുദർശൻ സേതുവാണ്. കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി ആരാണ്? അശ്വിനി വൈഷ്ണവ്. കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ്. കൊച്ചി കോർപ്പറേഷനിൽ നടപ്പിലാക്കിയ ഉദ്ബോധ് പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിമെൻഷ്യ. കൊച്ചി കോർപ്പറേഷനിൽ നടപ്പിലാക്കിയ ഉദ്ബോധ് പദ്ധതി ഡിമെൻഷ്യ എന്ന രോഗവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിലെ ആദ്യ ഡിമെൻഷ്യ സൗഹൃദ നഗര പദ്ധതി ഏതാണ്? ഉദ്ബോധ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിമെൻഷ്യ സൗഹൃദ നഗര പദ്ധതിയാണ് ഉദ്ബോധ്. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വഴി നടപ്പാക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ പദ്ധതി ഏതാണ്? ഓർമ്മത്തോണി. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വഴി നടപ്പാക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ പദ്ധതിയാണ് ഓർമ്മത്തോണി. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതി ഏതാണ്? ശലഭം. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതിയാണ് ശലഭം. അച്ഛനോ അമ്മയോ ഇരുവരുമോ മരിച്ച സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരുമോ മരിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. ജന്മന ഉള്ള ഹൃദ്രോഗം ചികിത്സിക്കാനുള്ള ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? ഹൃദ്യം. ജന്മനായുള്ള ഹൃദ്രോഗം ചികിത്സിക്കാനുള്ള ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതിയാണ് ഹൃദ്യം. എൻ്റെ ഗ്രാമം, എൻ്റെ ജനത, അരക്കില്ലം എന്നിവ ആരുടെ നോവലുകളാണ്? SK വസന്തൻ്റെ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ SK വസന്തൻ്റെ പ്രധാനപ്പെട്ട നോവലുകളാണ് എൻ്റെ ഗ്രാമം, എൻ്റെ ജനത, അരക്കില്ലം എന്നീ നോവലുകൾ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സേതു. 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് സേതുവാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തിന് നൽകുന്ന സമ്മാന തുക എത്ര രൂപയാണ്?
5 ലക്ഷം രൂപ. എഴുത്തച്ഛൻ പുരസ്കാരത്തിന് നൽകുന്ന സമ്മാന തുക 5 ലക്ഷം രൂപയാണ്. 2023 നവംബറിൽ അന്തരിച്ച ചേർത്തല തങ്കപ്പ പണിക്കർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. 2023 നവംബറിൽ അന്തരിച്ച ചേർത്തല തങ്കപ്പ പണിക്കർ കഥകളി കലാകാരനാണ്. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ കഥകളി കലാകാരി ആരാണ്? കൊട്ടാരക്കര ഭദ്ര. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ കഥകളി കലാകാരിയാണ് കൊട്ടാരക്കര ഭദ്ര. കഥകളി ഗ്രാമം എന്ന് പേര് മാറ്റിയ കേരളത്തിലെ ഗ്രാമം ഏതാണ്? പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ. കഥകളി ഗ്രാമം എന്ന് പേര് മാറ്റിയ കേരളത്തിലെ ഗ്രാമം പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ ഗ്രാമമാണ്. രാജ്യാന്തര കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. രാജ്യാന്തര കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ദേശീയ കഥകളി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 16. ദേശീയ കഥകളി ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 16-നാണ്. 2023 ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ വിജയിച്ചത് ആരാണ്? നടുഭാഗം ചുണ്ടൻ. 2023 ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ വിജയിച്ചത് നടുഭാഗം ചുണ്ടനാണ്. 2023 നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയ്യപുരം ചുണ്ടനാണ്. 2023 നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയ്യപുരം ചുണ്ടനാണ്. IPL മാതൃകയിൽ കേരള ടൂറിസം വകുപ്പ് നടത്തുന്ന വള്ളംകളി മത്സരമാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ്. IPL മാതൃകയിൽ കേരള ടൂറിസം വകുപ്പ് നടത്തുന്ന വള്ളംകളി മത്സരമാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ്. ചാലിയാറിൽ നടന്ന രണ്ടാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി ജേതാക്കൾ വയൽക്കര വേങ്ങാടാണ്. ചാലിയാറിൽ നടന്ന രണ്ടാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി ജേതാക്കൾ വയൽക്കര വേങ്ങാടാണ്. 2024 16ാം ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? റഷ്യ. 2024 16ാം ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യയാണ്. 2023 15ാം ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ്. 2023 15ാം ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് ആയിരുന്നു. 2022 14ാം ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ചൈനയിലെ ബെയ്ജിംഗ് ആണ്. 2022 14ാം ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ചൈനയിലെ ബെയ്ജിംഗ് ആണ്. 2024 ക്വാഡ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ്. 2024 ക്വാഡ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ്. 2024 പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നൊവാക് ജോക്കോവിച്ച്. 2024 പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ലഭിച്ചത് നൊവാക് ജോക്കോവിച്ചിനാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ 2023 ബഷീർ ബാല്യകാല സഖി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്ക്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ 2023 ബഷീർ ബാല്യകാല സഖി പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ഇന്ത്യൻ നാവികസേനയുടെ നിലവിലെ മേധാവി ആരാണ്? ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യൻ നാവികസേനയുടെ നിലവിലെ മേധാവി ദിനേശ് കുമാർ ത്രിപാഠിയാണ്. സൈബർ തട്ടിപ്പുകൾ തടയുക എന്ന ലക്ഷ്യത്തോടെ 2023 ഒക്ടോബറിൽ CBI നടത്തിയ പരിശോധന അറിയപ്പെടുന്ന പേരെന്താണ്? ഓപ്പറേഷൻ ചക്ര 2. സൈബർ തട്ടിപ്പുകൾ തടയുക എന്ന ലക്ഷ്യത്തോടെ 2023 ഒക്ടോബറിൽ CBI നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ചക്ര 2. കേരള സർക്കാരിൻ്റെ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തൊടുപുഴ. കേരള സർക്കാരിൻ്റെ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വരുന്നത് തൊടുപുഴയിലാണ്. ഏറ്റവും വേഗത്തിൽ 26,000 റൺ തികച്ച സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് തകർത്തത് ആരാണ്? വിരാട് കോഹ്ലി. ഏറ്റവും വേഗത്തിൽ 26,000 റൺസ് തികച്ച സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് തകർത്തത് വിരാട് കോഹ്ലിയാണ്. അബാബിൽ ബാലിസ്റ്റിക് മിസൈൽ ഏത് രാജ്യത്തിൻ്റേതാണ്? പാകിസ്ഥാൻ. അബാബിൽ ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാൻ്റേതാണ്. കേരളത്തിലെ സമ്പൂർണ്ണ ഹരിതോർജ സർവകലാശാല ആകുന്നത് ഏത് സർവകലാശാലയാണ്? കാർഷിക സർവകലാശാല. കേരളത്തിലെ സമ്പൂർണ്ണ ഹരിതോർജ സർവകലാശാല ആകുന്നത് കാർഷിക സർവകലാശാലയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്താണ്? കാലം സാക്ഷി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി. ഇന്ത്യയിലെ ആദ്യ ബയോഡൈവേഴ്സിറ്റി അറ്റ്ലസ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? ഗോവ. ഇന്ത്യയിലെ ആദ്യ ബയോഡൈവേഴ്സിറ്റി അറ്റ്ലസ്
തയ്യാറാക്കിയ രാജ്യം ഗോവയാണ്. 2021 മെയ്യിൽ ഇന്ത്യൻ തീരങ്ങളിൽ നാശം വിതച്ച മോക്ക കൊടുങ്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? യമൻ. 2023 മെയ്യിൽ ഇന്ത്യൻ തീരങ്ങളിൽ നാശം വിതച്ച മോക്ക കൊടുങ്കാറ്റിന് പേര് നൽകിയ രാജ്യം യമനാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ലോക്സഭയിലെ ഇരിപ്പിടങ്ങളുടെ എണ്ണം എത്രയാണ്? 888. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ലോക്സഭയിലെ ഇരിപ്പിടങ്ങളുടെ എണ്ണം 888 ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് 2024 ഏപ്രിൽ 1 അന്തരിച്ച പി രവിയച്ചൻ? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് 2024 ഏപ്രിൽ 1 അന്തരിച്ച പി രവിയച്ചൻ. കച്ചത്തീവ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാക് കടലിടുക്കിൽ. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാക് കടലിടുക്കിലാണ് കച്ചത്തീവ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. വ്യക്തികളുടെ ശബ്ദത്തിൻ്റെ തനിപ്പകർപ്പ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഓപ്പൺ AI സാങ്കേതിക വിദ്യയാണ് വോയിസ് എൻജിൻ. വ്യക്തികളുടെ ശബ്ദത്തിൻ്റെ തനിപ്പകർപ്പ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഓപ്പൺ AI സാങ്കേതിക വിദ്യയാണ് വോയിസ് എൻജിൻ. ഗൂഗിൾ സ്ഥാപകരായ ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് അവതരിപ്പിച്ച ജിമെയിലിന് 2024 ഏപ്രിൽ 1 എത്ര വയസ്സ് തികഞ്ഞു? 20. ഗൂഗിൾ സ്ഥാപകരായ ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് അവതരിപ്പിച്ച ജിമെയിലിന് 2024 ഏപ്രിൽ 1 20 വർഷം തികഞ്ഞു. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ പ്രദേശങ്ങൾക്കാണ് ചൈന വീണ്ടും പുതിയ പേരുകൾ നൽകിയത്? അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്കാണ് ചൈന വീണ്ടും പുതിയ പേരുകൾ നൽകിയത്. പോർച്ചുഗലിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ലൂയിസ് മോണ്ടിനെഗ്രോ. പോർച്ചുഗലിൻ്റെ പുതിയ പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനെഗ്രോയാണ്. 2024 ആബേൽ സമ്മാനം നേടിയ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? മൈക്കൽ തലാഗ്രാൻഡ്. 2024 ആബേൽ സമ്മാനം നേടിയ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ മൈക്കൽ തലാഗ്രാൻഡാണ്. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ശ്രീലങ്ക. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം ശ്രീലങ്കയാണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് സർഫേസ് മേധാവിയായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണ്? പവൻ ദൗലുരി. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് സർഫേസ് മേധാവിയായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ പവൻ ദൗലുരിയാണ്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? വിജയ് ഛേത്രി. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ വിജയ് ഛേത്രിയാണ്. ചരിത്രത്തിൽ ആദ്യമായി മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന സൗദി അറേബ്യൻ വനിത ആരാണ്? റൂമി അൽ ഖത്താനി. ചരിത്രത്തിൽ ആദ്യമായി മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന സൗദി അറേബ്യൻ വനിത റൂമി അൽ ഖത്താനിയാണ്. ലോക ഹോമിയോപ്പതി ദിനം എന്നാണ്? ഏപ്രിൽ 10. ലോക ഹോമിയോപ്പതി ദിനം ഏപ്രിൽ 10. അർബുദ രോഗങ്ങളെ ആക്രമിക്കാൻ രോഗിയുടെ T സെല്ലുകളെ സജ്ജമാക്കുന്ന ഇന്ത്യയിലെ ആദ്യ അർബുദ ജീൻ തെറാപ്പിയുടെ പേര് എന്താണ്? CAR-T സെൽ തെറാപ്പി. അർബുദ കോശങ്ങളെ ആക്രമിക്കാൻ രോഗിയുടെ T സെല്ലുകളെ സജ്ജമാക്കുന്ന ഇന്ത്യയിലെ ആദ്യ അർബുദ ജീൻ തെറാപ്പിയുടെ പേര് CAR-T സെൽ തെറാപ്പി എന്നാണ്. ഊർജ്ജ മേഖലയിലുണ്ടായ വൻ പ്രതിസന്ധിയെ തുടർന്ന് 2024 ഏപ്രിലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് രാജ്യത്താണ്? ഇക്വഡോർ. ഊർജ്ജ മേഖലയിലുണ്ടായ വൻ പ്രതിസന്ധിയെ തുടർന്ന് 2024 ഏപ്രിലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇക്വഡോറിലാണ്. രണ്ടാമത്തെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? C രാധാകൃഷ്ണൻ. രണ്ടാമത്തെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം നേടിയത് C രാധാകൃഷ്ണനാണ്. മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ച ലോകത്തിലെ ആദ്യത്തെ 200 മീറ്റർ നീളമുള്ള മുള കൊണ്ടുള്ള റോഡ് ക്രാഷ് ബാരിയറിന് നൽകിയ പേരെന്താണ്? ബാഹുബലി. മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ച ലോകത്തിലെ ആദ്യത്തെ 200 മീറ്റർ നീളമുള്ള മുള കൊണ്ടുള്ള റോഡ് ക്രാഷ് ബാരിയറിന് നൽകിയ പേര് ബാഹുബലി എന്നാണ്. 2024 പ്രഖ്യാപിച്ച സംസ്ഥാന വനിതാ രത്ന പുരസ്കാരങ്ങൾക്ക് അർഹരായവർ ആരെല്ലാമാണ്? ട്രീസ ജോളി, ജിലുമോൾ മാരിയറ്റ് തോമസ്, വിജി പെൺകൂട്ട്,
അന്നപൂർണി സുബ്രഹ്മണ്യം. 2024 പ്രഖ്യാപിച്ച സംസ്ഥാന വനിതാരത്ന പുരസ്കാരങ്ങൾക്ക് അർഹരായവർ ട്രീസ ജോളി, ജിലുമോൾ മാരിയറ്റ് തോമസ്, വിജി പെൺകൂട്ട്, അന്നപൂർണി സുബ്രഹ്മണ്യം എന്നിവരാണ്. 2023 മാർച്ചിൽ ISRO വിജയകരമായി തിരിച്ചിറക്കി നശിപ്പിച്ച ഉപഗ്രഹം ഏതാണ്? മെഗാട്രോപിക്സ് 1. 2023 മാർച്ചിൽ ISRO വിജയകരമായി തിരിച്ചിറക്കി നശിപ്പിച്ച ഉപഗ്രഹം മെഗാട്രോപിക്സ് 1 ആണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമായ ഹുബ്ബള്ളി ഏത് സംസ്ഥാനത്താണ്? കർണാടക. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമായ ഹുബ്ബള്ളി കർണാടകയിലാണ്. ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി അവതരിപ്പിച്ച നിയമ സംവിധാനം ഏതാണ്? ഭാരതീയ ന്യായ സംഹിത. ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി അവതരിപ്പിച്ച നിയമ സംവിധാനമാണ് ഭാരതീയ ന്യായ സംഹിത. ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കൊൺറാഡ് സാങ്മ? മേഘാലയയുടെ മുഖ്യമന്ത്രിയാണ് കൊൺറാഡ് സാങ്മ. ഏത് സ്ഥാപനത്തിൻ്റെ പുതിയ ചിഹ്നമാണ് ദി വിസ്ത? എയർ ഇന്ത്യയുടെ പുതിയ ചിഹ്നം എന്താണ്? ദി വിസ്ത. 65ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല ഏതാണ്? പാലക്കാട്. 65ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല പാലക്കാടാണ്. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക വൃക്ഷം, ഔദ്യോഗിക പുഷ്പം, ഔദ്യോഗിക പക്ഷി എന്നിവ പ്രഖ്യാപിച്ച ജില്ല ഏതാണ്? കാസർഗോഡ്. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി എന്നിവ പ്രഖ്യാപിച്ച ജില്ല കാസർഗോഡാണ്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 2023 ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പെ പുരസ്കാരം നേടിയത് ആരാണ്? മധുരൈ TN ശേഷഗോപാലൻ. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 2023 ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം നേടിയത് മധുരൈ TN ശേഷഗോപാലനാണ്. ഡോക്ടർ മല്ലിക സാരാഭായി ഏത് സ്ഥാപനത്തിൻ്റെ ചാൻസലറാണ്? കേരള കലാമണ്ഡലത്തിൻ്റെ ചാൻസലറാണ് ഡോക്ടർ മല്ലിക സാരാഭായി. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? തേജ്. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജ്. 54ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ഇന്ത്യൻ പനോരമയിലെ ആദ്യ ഫീച്ചർ ഫിലിമായി പ്രദർശിപ്പിച്ച മലയാള സിനിമ ഏതാണ്? ആട്ടം. 54ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ഇന്ത്യൻ പനോരമയിലെ ആദ്യ ഫീച്ചർ ഫിലിമായി പ്രദർശിപ്പിച്ച മലയാള സിനിമ ആട്ടമാണ്. ഏത് രോഗത്തിനെതിരായി വികസിപ്പിച്ച വാക്സിനാണ് ഇക്സ്ചിക്ക്? ചിക്കൻഗുനിയ രോഗത്തിനെതിരെ വികസിപ്പിച്ച വാക്സിനാണ് ഇക്സ്ചിക്ക്. ലോക സുസ്ഥിര ഗതാഗത ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. ലോക സുസ്ഥിര ഗതാഗത ദിനമായി ആചരിക്കുന്നത് നവംബർ 26-നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗക ഏതാണ്? ക്ലാസിക് ഇമ്പീരിയൽ. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗക ക്ലാസിക് ഇമ്പീരിയലാണ്. ആനകൾ റെയിൽ പാളം ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളിലെ കൂട്ടിയിടി തടയാനായി ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച AI അധിഷ്ഠിത സാങ്കേതിക വിദ്യ ഏതാണ്? ഗജരാജ് സുരക്ഷ. ആനകൾ റെയിൽ പാളം ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളിലെ കൂട്ടിയിടി തടയാനായി ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച AI അധിഷ്ഠിത സാങ്കേതിക വിദ്യയാണ് ഗജരാജ് സുരക്ഷ. 2023 നടന്ന 19ാമത് ഫിഫ അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പിലെ ജേതാക്കൾ ആരാണ്? ജർമ്മനി. 2023 നടന്ന 19ാമത് ഫിഫ അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പിലെ ജേതാക്കൾ ജർമ്മനിയാണ്. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ 2023 ഇടം നേടിയ ഇന്ത്യയിലെ പരമ്പരാഗത നൃത്തരൂപം ഏതാണ്? ഗർഭ. ഗുജറാത്തിലെ നൃത്തരൂപമായ ഗർഭയാണ് യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ 2023 ഇടം നേടിയ ഇന്ത്യയിലെ പരമ്പരാഗത നൃത്തരൂപം. ഏത് സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ലാൽ ദുഹോമ? മിസോറാമിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ലാൽ ദുഹോമ. പ്രഥമ ആണവോർജ ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? ബ്രസൽസ്. പ്രഥമ ആണവോർജ ഉച്ചകോടിക്ക് വേദിയായ നഗരം ബ്രസൽസ് ആണ്. 2023 ഡിസംബറിൽ സൈബീരിയൻ കടുവകളെ എത്തിച്ച പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡാർജിലിംഗ്. 2023 ഡിസംബറിൽ സൈബീരിയൻ കടുവകളെ എത്തിച്ച പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഡാർജിലിംഗിലാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ
അന്തേവാസികൾക്ക് പഠനാവസരം ഒരുക്കാനായി സമന്വയ പരിപാടി ആരംഭിച്ച സർവകലാശാല ഏതാണ്? ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികൾക്ക് പഠനാവസരം ഒരുക്കാനായി സമന്വയ പരിപാടി ആരംഭിച്ച സർവകലാശാല ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. മികച്ച പാർലമെൻറ്റ് അംഗത്തിനുള്ള സൻസദ് മഹാരത്ന അവാർഡ് നേടിയ കേരളത്തിൽ നിന്നുള്ള MP ആരാണ്? NK പ്രേമേന്ദ്രൻ. മികച്ച പാർലമെൻറ്റ് അംഗത്തിനുള്ള സൻസദ് മഹാരത്ന അവാർഡ് നേടിയ കേരളത്തിൽ നിന്നുള്ള MP NK പ്രേമേന്ദ്രനാണ്. 36ാമത് കേരള സയൻസ് കോൺഗ്രസ് നടന്നത് എവിടെയാണ്? കാസർഗോഡ്. 36ാമത് കേരള സയൻസ് കോൺഗ്രസ് നടന്നത് കാസർഗോഡാണ്. ഒട്ടക വർഗത്തിലുള്ള ജന്തുക്കളുടെ അന്താരാഷ്ട്ര വർഷമായി ആചരിക്കുന്നത് ഏത് വർഷമാണ്? 2024. ഒട്ടക വർഗത്തിലുള്ള ജന്തുക്കളുടെ അന്താരാഷ്ട്ര വർഷമായി ആചരിക്കുന്നത് 2024 എത്രാമത്തെ ഒളിമ്പിക്സിനാണ് 2024 പാരീസ് വേദിയാകുന്നത്? 33. 33ാമത്തെ ഒളിമ്പിക്സ് മത്സരത്തിനാണ് 2024 പാരീസ് വേദിയാകുന്നത്. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് നടന്നത് എവിടെയാണ്? ന്യൂഡൽഹി. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് നടന്നത് ന്യൂഡൽഹിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിട സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ സൂററ്റിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിട സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ സൂറത്തിലാണ്. സ്കൂളുകളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കാനായി മിഷൻ ദക്ഷ് പരിപാടി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കാനായി മിഷൻ ദക്ഷ് എന്ന പരിപാടി ആരംഭിച്ച സംസ്ഥാനം ബീഹാറാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.